Magic morning. Magic morning. Magic morning. Magic morning to all. Magic morning. Magic morning. Morning. Shaymir. ഷൈമിന ആരതിയായിരുന്നല്ലോ സാറേ, ആരതിയായിരുന്നല്ലോ. ആരതി ഇല്ലല്ലോ ഇതില്. ഒരു മിനിറ്റ് സാറേ. ഇപ്പൊ മാം പറഞ്ഞോളൂ. ഓ പറഞ്ഞോളൂ. ഒരു മിനിറ്റ്. മാജിക് മോർണിംഗ് ടു ഓൾ. മോമിന്റെ പേര് ഓർക്കുന്നില്ല. ഒരു മിനിറ്റ്. റുഷ്ദ. ടോപ്പിക്ക് റിത്താന്റെ. ഞാൻ ഇന്ന് തയ്യാറെടുത്തില്ലായിരുന്നു. ആ കുട്ടി വരുമെന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ റെജുവനേഷൻ. മാജിക് മോർണിംഗ് ടു ഓൾ. വിമാജിക്കിന്റെ 2131 സൂം മീറ്റിലേക്ക് വിമാജിക്ക് ഫാമിലിയിലെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ സെഷൻ ബ്രെത്ത് ആൻഡ് റെജുവനേഷൻ എന്ന ടോപ്പിക്കിനെ സംബന്ധിച്ച് ഡോക്ടർ റുഷ്ദ മാം ആണ് ലീഡ് ചെയ്യുന്നത്. സോ വെൽക്കം റുഷ്ദ മാം. ഹലോ. ആളുണ്ട്. ഒന്ന് കാൾ ചെയ്താളെ, വിളിച്ചാലേ അതിപ്പോ ഓണാക്കിട്ട് ഉണ്ടായിരുന്നല്ലോ പോയിട്ടുണ്ട്. സാറേ. ആളുണ്ട് സംഭവമുണ്ട്, പക്ഷെ കേൾക്കണില്ല. അതുകൊണ്ട് മ്യൂട്ടാണെന്ന് തോന്നുന്നു. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തോളൂ. ഹലോ. റുഷ്ദ മാം. Hello, good morning. ഗുഡ് മോർണിംഗ് മാം. Hello. ഗുഡ് മോർണിംഗ് മാം. Good morning. Good morning. ഇത് മൊബൈലിന് എന്തൊരു പ്രശ്നം, അതുകൊണ്ടാണ് നിങ്ങൾ പറയണമൊക്കെ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ വേറൊരു മൊബൈലിലേക്ക് ജസ്റ്റ് സ്വിച്ച് ചെയ്തതാണ്. ഓക്കെ, എല്ലാവർക്കും എന്നെ കാണാൻ പറ്റുന്നു, എന്നെ കേൾക്കാൻ പറ്റുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മളൊരു മോർണിംഗിൽ നല്ലൊരു മെഡിറ്റേഷൻ ഒക്കെ എടുത്ത് എല്ലാവരും ഭയങ്കര ഹാപ്പി. കേൾക്കാൻ പറ്റുന്നില്ലേ? പറ്റുന്നുണ്ട് മാം, പറ്റുന്നുണ്ട്. മേ ബി ചിലപ്പം ഒരു റേഞ്ചിന്റെ ഇഷ്യൂ ആയിരിക്കും. ഒന്ന് ഓഫ് ചെയ്യുന്നുണ്ട്, അപ്പൊ കുറച്ചും കൂടി ഒരു ക്ലാരിറ്റി ഉണ്ടാവാൻ മതി. ഓക്കെ, അപ്പൊ ഇന്നത്തെ ടോപ്പിക് നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ട്. ബ്രെത്ത് ആൻഡ് റിജുവേഷൻ എന്നുള്ളതാണ് നമ്മുടെ ടോപ്പിക് വരുന്നത്. എന്താണ് ഈ ബ്രീത്ത് എന്ന് പറയുന്നത്? നമ്മൾ ബ്രീത്ത് എടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലെ? എന്താ ഈ ബ്രീത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഈ സംഭവം നടക്കുന്നത്? ബോഡിയിൽ എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് അല്ലെ? എന്താണ് ഇതിന് എന്തെങ്കിലും ശാസ്ത്രീയ വശം ഉണ്ടോ? അതിൽ നമ്മളെ ബോഡിയിൽ അതിന് എന്തെങ്കിലും ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടോ? അതല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രോസസ്സിംഗ് പോലെ അതങ്ങനെ നടന്നു പോകുന്നതാണോ? മെഡിറ്റേഷനിലൊക്കെ നമ്മൾ മോർണിംഗിൽ മെഡിറ്റേഷൻ ചെയ്യുന്ന ആളുകളാണ് അല്ലെ?
അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ബ്രീത്തിങ് എക്സസൈസ് ഒക്കെ ചെയ്യുന്നത്? ഹലോ, ആരെങ്കിലും ഒന്ന് ആൻസർ ചെയ്യോ? എനിക്കിപ്പോ ആരെയും കാണാൻ പറ്റുന്നില്ല. കേൾക്കുന്നുണ്ട്. കേൾക്കുന്നുണ്ട്. ഞാൻ ചോദിച്ചൊരു കാര്യം, നമ്മുടെ ബ്രീത്തിങ്ങിന്റെ ഒരു ഇമ്പോർട്ടന്റ് അറിയാവോ എന്ന് ചോദിച്ചേ. മൈൻഡ് റിലാക്സേഷൻ. മൈൻഡ് റിലാക്സേഷൻ ഒക്കെ ഉണ്ട് അല്ലെ. അപ്പം നമ്മൾ സാധാരണ പറഞ്ഞു, നമ്മൾ ലൈഫ് എന്ന് പറയുന്നത്, ഞാനും നിങ്ങളൊക്കെ ജനിച്ച സമയത്ത് ഒരു ശ്വാസം ഉള്ളിലേക്ക് എടുത്തിട്ടുണ്ട് അല്ലെ. അങ്ങനെയാണ് അതിനെ നമ്മൾ ഇൻഹെയിൽ ചെയ്യുക. നമ്മൾ ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് നമ്മളുടെ ബോഡി ആക്റ്റീവ് ആയത് ആ സമയം മുതലാണ്. അതാണ് ഫസ്റ്റ് ഇൻഹലേഷൻ. ശ്വാസം ഉള്ളിലേക്ക് എടുത്തിട്ടുള്ള ആ സമയം മുതൽ എനിക്കും നിങ്ങൾക്കൊക്കെ ഒരു ശ്വാസം പുറത്തേക്ക് പോവാനുണ്ട്. ആ ഒരു എക്സലേഷൻ വരെ വരുന്ന ഒരു ഡ്യൂറേഷൻ ആണ് നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത്. അതിൻ്റെ ഉള്ളിൽ ഈ ഒരു ഇൻഹലേഷന്റെയും അല്ലെങ്കിൽ ശ്വാസം ഉള്ളിലോട്ട് എടുത്തതിന്റെയും അതേപോലെ നമ്മളൊരു ശ്വാസം പുറത്തേക്ക് വിട്ട് അവസാനിപ്പിക്കുന്നതിന്റെയും ഇടയിലാണ് നമ്മൾ ഈ പറയുന്നതെല്ലാം നമ്മൾ നേടിയെടുക്കുന്നത്. നമ്മളുടെ സമ്പാദ്യമാണെങ്കിലും ശരി, വീടാണെങ്കിലും, നമ്മളുടെ സങ്കടങ്ങളാണെങ്കിലും സന്തോഷമാണെങ്കിലും, നമ്മുടെ ലൈഫിൽ കംപ്ലീറ്റ്ലി കാര്യങ്ങൾ നടക്കുന്നത് ഈ ഒരു ഇൻഹലേഷന്റെയും ഈ ഒരു എക്സലേഷന്റെയും ഇടയിലുള്ള സമയങ്ങളിലാണ് എന്ന് നമുക്ക് പറയാം. അപ്പൊ നമ്മൾ ഇന്നിപ്പം മോർണിംഗ് എണീറ്റു നമ്മുടെ പല കാര്യങ്ങളും, നമ്മുടെ പെയിനൊക്കെ നമ്മൾ റിലീസ് ചെയ്യുന്നതോടൊപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ ഗ്രാറ്റിറ്റ്യൂഡ് ആവേണ്ടത്, നന്ദി പറയേണ്ടത്, നമ്മൾ പോലും ശ്രദ്ധിക്കാതെ പോകുന്ന നമ്മുടെ ലൈഫിലെ ആ ഒരു ബ്രീത്തിങ്ങിനോടാണ്. എനിക്ക് ഇന്ന് എഴുന്നേറ്റ് നിന്ന് നിങ്ങളോട് സംസാരിക്കാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ്? എനിക്ക് ആ ശ്വാസം ഉള്ളിലോട്ടെടുത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? എനിക്ക് ആ ശ്വാസം പുറത്തേക്ക് വിട്ട് എൻ്റെ ബോഡിയിൽ എനർജി മെയിൻറ്റെയിൻ ചെയ്ത് എനിക്ക് ഇവിടെ ഇപ്പം സ്റ്റിൽ ഞാൻ ജീവിച്ചിരിക്കുന്നു എന്നുള്ള ഒരവസ്ഥയിൽ എനിക്ക് എത്തി നിൽക്കാൻ പറ്റുന്നതിലാണ് ഏറ്റവും അടിസ്ഥാനപരമായിട്ട് ദൈവത്തിനോട് അല്ലെങ്കിൽ പ്രകൃതിയോട്, നമ്മുടെ ഓവറോൾ ലോകത്തിന്റെ എനർജിയോട് ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് ആവുന്നത്. അതാണ് ഏറ്റവും, പ്രാണവായു ആണ് നമ്മളുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഇതിന് നമ്മുടെ ലൈഫില് ഒരുപാട് ചേഞ്ചസ് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. ഇത് പ്രോപ്പറായിട്ട് നമ്മൾ മാനേജ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് നമ്മളുടെ ശരീരത്തിന് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. പല അസുഖങ്ങളും നമ്മൾ എന്താണ് ഈ ഒരു ബ്രീത്തിങ് എക്സസൈസ് കൊണ്ട്, നമ്മൾ ബ്രെത്ത് കൺട്രോൾ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ഇത് ഓവറോൾ നമ്മളുടെ ബോഡിയിൽ ലങ്സ്, അതേപോലെ തന്നെ നമ്മളുടെ വയറ് സംബന്ധമായിട്ടുള്ള, നാഡീ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്കൊക്കെ ഹീൽ ചെയ്യാൻ നമ്മൾ ബ്രീത്തിങ്ങിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ചേഞ്ചസ് ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളതാണ്. ഇപ്പൊ നിങ്ങളിപ്പോ രാവിലെ മോർണിംഗ് മെഡിറ്റേഷൻ ചെയ്തിട്ടുണ്ട് അല്ലെ. ഈ മെഡിറ്റേഷന്റെ മുന്നേ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ഒരാൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടതാണ് ബ്രീത്തിങ് എക്സസൈസ്. അതിനുശേഷമാണ് നമ്മൾ ടാപ്പിങ്, ബോഡിയിൽ നമ്മൾ ടാപ്പ് ചെയ്യുന്ന ഒരു പ്രോസസ്സ്. എന്റെ ക്ലാസ്സിൽ നിങ്ങൾ മുമ്പേ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡിമാജിക്കൽ ഞാൻ മുമ്പ് കൊടുത്തിട്ടുണ്ടായിരുന്ന ഒരു കാര്യമാണ് EFT, ഇമോഷണൽ ഫ്രീഡം ടെക്നിക് എന്ന് പറയുന്ന ഒരു സെഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ബോഡിയിൽ ഉണ്ടാവുന്ന ടാപ്പിംഗ് മെത്തേഡിൽ, നമ്മൾ സ്പർശനത്തിലൂടെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളുടെ ബോഡിയിലുള്ള പ്രോബ്ലത്തിന് നമ്മൾ ഹീൽ ചെയ്ത്, മെന്റലി ഫിസിക്കൽ പ്രോബ്ലത്തിന് നമുക്ക് ഹീൽ ചെയ്ത് മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പൊ ഫസ്റ്റ് പ്രോസസ്സിങ് നടക്കേണ്ടത് എപ്പോഴും ബ്രീത്തിങ് ആണ്. ഒരു പ്യൂരിഫിക്കേഷൻ ആണ്, ബോഡി പ്യൂരിഫിക്കേഷൻ ആണ് നടക്കുന്നത്. പിന്നെ ടാപ്പിംഗ് ആണ് നടക്കുക. പിന്നെയാണ് നമ്മളിപ്പോ മോർണിംഗ് ചെയ്തിട്ടുള്ള മെഡിറ്റേഷൻ ലെവലിലേക്ക് നമ്മൾ എത്തേണ്ടത്. ഈ ഒരു പ്രോസസ്സിങ്ങിലൂടെയാണ് നമ്മൾ പോവുക. നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ഈ ലോകത്ത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ആരോഗ്യമാണ്. അതിപ്പോഴൊന്നും നമുക്ക് മനസ്സിലാവില്ല. എന്നാണോ അനാരോഗ്യമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ ശരീരവും മനസ്സും എത്തുന്നത്, രണ്ടും മാനസികമായിട്ടും ശാരീരികമായിട്ടും ഞാൻ ആരോഗ്യമല്ലാത്ത അവസ്ഥയിൽ എത്തുന്നതോട് കൂടിയിട്ട് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം എന്തായിരിക്കും? ആരോഗ്യമായിരിക്കും. ഇപ്പം ലൈഫ് സ്റ്റൈൽ ഡിസീസിലേക്കൊക്കെ, അതിൻ്റെ ഒരു എക്സ്ട്രീം ലെവലിലേക്കൊക്കെ എത്തിയ ആളുകളൊക്കെ നമ്മൾ കാണുന്ന സമയത്ത് അവർക്ക് ഏറ്റവും പ്രാധാന്യം എന്താണ്? അവരുടെ ഡയറ്റ്, അവരുടെ എക്സസൈസ്, അവരെപ്പോഴും ഫോക്കസ് ചെയ്യുന്നതിലേക്കായിരിക്കും, അവരുടെ ആരോഗ്യത്തിലേക്കായിരിക്കും. അങ്ങനത്തെ ഒരു സ്റ്റേജ് എത്തുന്നവരെ നമ്മൾ ആരും കാത്തു നിൽക്കേണ്ട. നമ്മളുടെ ആരോഗ്യത്തിനെ സംരക്ഷിക്കാൻ അത് ഏറ്റവും സിമ്പിളായി തന്നെ നമ്മൾ എന്ത് ചെയ്യാം, മെയിൻറ്റെയിൻ ചെയ്ത്. ഇപ്പം നമ്മൾ
നമ്മൾ പോലും അറിയാതെ നമ്മൾ ആരോഗ്യം ഹെൽത്തി ആയിട്ട് പോകുന്നുണ്ട് എങ്കിൽ അതിനെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നതാണ് ഈ ബ്രെത്തിലൂടെ അല്ലെങ്കിൽ റിന്യൂവേഷനിലൂടെ നമ്മൾ ചെയ്യുന്നതെന്നുള്ളതാണ്. ഇപ്പൊ നിങ്ങൾ എപ്പോഴും സ്ട്രെസ് ആവും, ഇതിലൊരു കൗൺസിലിംഗ് ഫീൽഡിലോ അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെ നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടോ? അല്ലെങ്കിൽ കൗൺസിലേഴ്സിനെ എപ്പോഴെങ്കിലും പോയി മീറ്റ് ചെയ്തിട്ടുണ്ടോ സ്ട്രെസ് ആണെന്നൊക്കെ പറഞ്ഞിട്ട്? ഉണ്ട് madam. ഉണ്ടോ? ഉണ്ട്. ഉണ്ട്. അപ്പൊ അവര് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാവും അല്ലെ, നിങ്ങൾ ബ്രീത്ത് എടുക്കൂ നന്നായിട്ട്, ഇങ്ങനെ ടെൻഷൻ വരുന്ന സമയത്ത് ഡീപ് ബ്രീത്ത് എടുക്കൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. എങ്ങനെയാ എടുക്കേണ്ടതെന്ന് അവര് നമ്മുടെ അടുത്ത് പറഞ്ഞു തന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ ആരെങ്കിലും നമ്മൾ പെട്ടെന്ന് പാനിക് ആവുന്ന സമയത്ത്, നമ്മൾ ടെൻഷൻ ആവുന്ന സമയത്ത് നമ്മൾ പറയും ശ്വാസം നന്നായിട്ട് എടുത്തോളൂ, ശ്വാസം നന്നായിട്ട് എടുക്കൂ എന്ന് പറയും. പക്ഷെ ഈ ബ്രീത്ത് എങ്ങനെ എടുക്കണ്ടേ എന്ന് പറഞ്ഞിരുന്നില്ല. നമുക്ക് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ബ്രീത്തിങ്ങില് ചെസ്റ്റ് ബ്രീത്തിങ് ഉണ്ട്, അബ്ഡോമിനൽ ബ്രീത്തിങ് ഉണ്ട്. നമ്മള് ചെസ്റ്റ് ബ്രീത്തിങ് എടുക്കുന്ന സമയത്ത് ഇപ്പം നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കൂ, നമ്മൾ എന്തെങ്കിലും കണ്ട് പേടിക്കുക, സ്ട്രെസ് ആവുക എന്നൊക്കെ പറയുന്ന സമയത്ത് പെട്ടെന്ന് ടെൻഷനായി പോവുക, അങ്ങനെയൊക്കെ നമ്മുടെ ലൈഫിലൊക്കെ ഉണ്ടാവാറുണ്ട്. നമ്മൾ പെട്ടെന്ന് വെറിയാവും, ആങ്സൈറ്റി ഉള്ള ആളുകൾ ഉണ്ടാവും, ഭയങ്കര ടെൻഷൻ ഉണ്ടാവുന്ന ആളുകൾ ഉണ്ടാവും. ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് നമ്മുടെ ഈ ഒരു കഴുത്തിന്റെ നെക്കിന്റെ സൈഡിലായിട്ടും ഷോൾഡറിന്റെ ഭാഗത്തൊക്കെ ആയിട്ട് ഭയങ്കര ഒരു ഹെവിനെസ് ഫീൽ ചെയ്യും. ഭയങ്കര സങ്കടം വരുമ്പോൾ നമ്മൾ പറയണ്ട് എനിക്ക് ഈ കഴുത്തിന്റെ ഈ ഭാഗത്ത് നിന്നൊക്കെ എന്തോ ഭയങ്കര കെട്ടിയ പോലെ ഒരു ഫീലിംഗ് ആണ്, എനിക്ക് ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് നമ്മൾ പറയും. ഇവിടെ ഉണ്ടാവുന്ന എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അവിടെയുള്ള നെർവിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്താണ് കുറച്ചും കൂടെ ഇങ്ങനെ പ്രഷറൈസ് ചെയ്യാണ്. അവിടെ പ്രഷർ വരുന്ന സമയത്ത് ആ ഒരു ബ്രീത്തിങ് പ്രോപ്പർ ആയിട്ട് പോവാതെ ബ്ലോക്ക് ആവുകയാണ്. അപ്പൊ നമ്മൾ ഈ ടെൻഷൻ ആവുന്ന സമയങ്ങളിൽ നമ്മൾ മറ്റുള്ളവരോട് പറയും ബ്രീത്ത് എടുക്കുക എന്ന് പറയുമ്പം അവർ ചെസ്റ്റ് ബ്രീത്തിങ്, അതായത് നമ്മൾ ശ്വാസം എടുത്ത് അത് എവിടം വരെയാണ്, നമ്മളുടെ ചെസ്റ്റ് ഭാഗം വരെ ആണ് നമ്മൾ കൊണ്ടുപോകുന്നതെങ്കിൽ അതൊരു ഹാഫ് ബ്രീത്തിങ് പോലെയാണ് വരിക. അവിടെ നമ്മൾ ടെൻഷൻ കുറയാൻ യാതൊരു സാധ്യതയില്ല. കാരണം ഈ ഒരു പ്രഷർ ഉള്ള ഏരിയയിൽ തന്നെയാണ് നമ്മൾ ബ്രീത്ത് എടുക്കുമ്പോൾ ഫോക്കസ് ചെയ്യുന്നത്. എന്താണ് ഈ ബ്രീത്ത് എടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? എന്താണ് ശരിക്കും അവിടെ പ്രോസസ്സിങ്? ബോഡിയിലേക്ക് ഓക്കെ ശ്വാസം എടുക്കുന്നു, എന്താണ് അവിടെ നടക്കുന്നത്? അവിടെ ഞാൻ പിന്നെ ആൻസർ ഓക്സിജൻ ചെയ്തേ. പുറമേയുള്ള ശുദ്ധമായിട്ടുള്ള നല്ല ഓക്സിജൻ ഉള്ളിലേക്ക് കയറുകയും പിന്നെ ഉള്ളിലുള്ളത് Yes, പുറത്തേക്ക് വിടുകയും ചെയ്യാറ്. കാർബൺ ഡൈ ഓക്സൈഡ് പുറത്ത്. അതായത് അതിന്റെ അർത്ഥം എന്താണ്? ഇത് ഉള്ളിലെത്തിയിട്ട് നമ്മളുടെ ഓരോ കോശങ്ങളിലും ഈ ഓക്സിജൻ എത്തിയിട്ട് അതിനെ പ്യൂരിഫൈ ചെയ്യുന്ന പ്രോസസ്സിംഗ് ആണ് നമ്മൾ ബ്രീത്ത് എന്ന് പറയുന്നതിൽ നടക്കുന്നത്. അപ്പൊ അതിനെ നമുക്ക് ഒന്ന് കൺട്രോൾ ആക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ ഒരു പെട്ടെന്നുള്ള സ്ട്രെസ്സിനെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അബ്ഡോമിനൽ ബ്രീത്ത് ആണ് ചെയ്യേണ്ടത്. അതായത് ഇപ്പൊ നിങ്ങൾ ഇരിക്കുന്ന ആ പൊസിഷൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് ഇപ്പൊ തന്നെ ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ്. നമ്മൾ ചെസ്റ്റ് ബ്രീത്തിങ് ആണോ ചെയ്യുന്നത് അതോ അബ്ഡോമിനൽ ബ്രീത്തിങ് ആണോന്ന്. ഒരു കൈ എന്ത് ചെയ്യാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ചെസ്റ്റിലും വെക്കുക, അതേ സെയിം. ഇപ്പൊ റൈറ്റ് ഹാൻഡ് ചെസ്റ്റിൽ വെക്കുകയാണ്, ലെഫ്റ്റ് ഹാൻഡ് നമ്മുടെ വയറിന് താഴെ അബ്ഡോമിനൽ ആ ഭാഗങ്ങളിൽ ഒന്ന് വെച്ച് നോക്കിയിട്ട് ശ്വാസം ഒന്ന് എടുത്ത് നോക്കിക്കേ. വയറ് പുറത്തേക്ക് വരുന്നുണ്ടോ? ഒരു ഡീപ്പ് ഇൻഹലേഷൻ എന്ന് എടുത്തേ. ശ്വാസം ഉള്ളിലോട്ട് നന്നായിട്ട് എടുക്കുക, ഡീപ്പായിട്ട് എടുക്കുക. ഏത് ഭാഗമാണ് നിങ്ങൾക്ക് ഒരു പെട്ടെന്ന് ഇങ്ങനെ ഫുൾ ആയ പോലെ ഫീൽ ചെയ്യുന്നത്? ഏത് ഭാഗമാണ്? ചെസ്റ്റ് ആണോ? അല്ല, അബ്ഡമൻ. ഹലോ, ചെസ്റ്റ് ഭാഗം. ആ ചെസ്റ്റ് ഭാഗമാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് സ്ട്രെസ് റിലീസ് ചെയ്യാൻ പറ്റില്ല. മുസ്തഫ, ആ ചെസ്റ്റിൽ നിന്നും നമ്മളുടെ ആ ഒരു ബ്രീത്ത് നമ്മളുടെ വയറിന്റെ ഭാഗത്തേക്ക് വരുന്നതായിട്ട് ഫോക്കസ് ആക്കണം. അപ്പൊ നമുക്ക് എപ്പോ സ്ട്രെസ് ഉണ്ടാവുകയാണെങ്കിലും ആ സ്ട്രെസ് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് വയറിന്റെ മുകളിൽ കൈ വെച്ചിട്ട് വയറ് ബൾജ് ചെയ്ത് വരുന്ന പോലെ ശ്വാസം ഉള്ളിലോട്ട് എടുക്കുമ്പം വയറ് നന്നായിട്ട് ബൾജ് ചെയ്ത് വരുന്നു, റിലീസ് ചെയ്യുമ്പം വയറ് ഉള്ളിലോട്ട് ചുരുങ്ങുക ചെയ്യണത്. ഓക്കെ, വയറിന്റെ മുകളിൽ കൈ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് ഫീൽ ചെയ്യും. ജസ്റ്റ് ഒന്ന് കൈ വെച്ച് കഴിഞ്ഞാൽ ബ്രീത്ത് എടുക്കുമ്പോൾ ഇൻഹേൽ ചെയ്യുന്ന സമയത്ത് വയറ് നന്നായിട്ട് പുറത്തേക്ക് വരുന്നുണ്ട്, ബ്രീത്ത് ഔട്ട് ചെയ്യുന്ന സമയത്ത് വയറ് ഉള്ളിലോട്ട് ചുരുങ്ങി പോകുന്ന ഒരവസ്ഥ. ഈ രീതിയിലാണ് ആര് സ്ട്രെസ് ആയിട്ട് നമ്മുടെ മുമ്പിൽ നിന്നാലും നമ്മൾ സ്ട്രെസ് ആയാലും ബ്രീത്തിങ് ചെയ്യേണ്ടത്. അതല്ലാതെ ചെസ്റ്റ് ബ്രീത്തിങ് ചെയ്യുന്നതിലൂടെ നമ്മൾക്ക് എന്തുണ്ടാവില്ല, നിങ്ങളുടെ ബോഡി
പഴയ സ്റ്റേജിലേക്കോ സ്ട്രെസ് റിലീസ് ചെയ്യാനോ ഇത് സഹായിക്കില്ല. അപ്പൊ കൗൺസിലേഴ്സ് ആരാണെങ്കിലും അവർ നമ്മളോട് പറഞ്ഞു തരുന്ന ബ്രീത്തിങ് ടൈപ്പ് എന്ന് പറയുന്നത് അബ്ഡോമിനൽ ബ്രീത്തിങ് ആണ്. അവിടെ ഫോക്കസ് ചെയ്ത് നമ്മൾ ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പോഴാണ് നമ്മളുടെ സ്ട്രെസ് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതാണ്. ഇപ്പൊ ഇതേപോലെ തന്നെ സ്ട്രെസ് വരുമ്പം നമ്മൾ ഒരു SNS PNS എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? പണ്ട് ബയോളജി ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടോ? എന്താണ് ഈ SNS ഒക്കെ? ബോഡിയിൽ ഉണ്ടാകുന്ന 2 ഫംഗ്ഷൻ ആണ്. സിന്തറ്റിക് നെർവസ് സിസ്റ്റം, പെരിഫറൽ നെർവസ് സിസ്റ്റം എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലായിരുന്നോ? കുറെ മുമ്പെയാണ്. 10ാം ക്ലാസ്സിലും +2ലും ഒക്കെ ആയിരിക്കും നമ്മൾ അത് പഠിച്ചിട്ടുണ്ടാവുക. അതായത് നമ്മളുടെ ബോഡിയിൽ സിന്തറ്റിക് നെർവസ് സിസ്റ്റത്തില് 2 കാര്യമാണ്. ഇപ്പൊ നമ്മളൊരു സ്ട്രെസ് ആയി കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മൾ പ്രതീക്ഷിക്കാത്ത ഇൻസിഡൻസ് ഉണ്ടാവുക. ഇപ്പൊ ഒരു ഫോർ എക്സാമ്പിൾ ഒരു ആന കുത്താൻ വന്നാൽ എന്തൊക്കെ പ്രതികരണം നമ്മുടെ അടുത്ത് ഉണ്ടാവുക, നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുക? ഭയം വരും, പേടി വരും. പിന്നെ പേടിച്ച് അവിടെ നിൽക്കുവാണോ? അല്ല ഓടും. ഓടാനുള്ള ടെൻഡൻസി ഉണ്ടാവും. ശ്വാസം കിട്ടില്ല. നമ്മൾ നന്നായിട്ട് സ്വെറ്റ് ചെയ്യാൻ, വേർക്കാൻ തുടങ്ങും. കൈകാലുകളൊക്കെ ഇങ്ങനെ വിറയ്ക്കാൻ തുടങ്ങും അല്ലെ? ഈ ഒരു നമ്മളുടെ ബോഡിയിൽ ഇത്തരം അലാമിങ് കൊടുക്കുന്ന സംഭവമാണ് എന്ത്? സിന്തറ്റിക് നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത്. നമ്മൾ അതിന് പറയും ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് മോഡിലാണ് നമ്മൾ ഉണ്ടാവുക. ഒന്നുകിൽ നമ്മൾ അതിനെ ഈ ഫൈറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് എങ്ങോട്ടെങ്കിലും ഓടി രക്ഷപ്പെടും. കാരണം എനിക്ക് അതിൽ നിന്ന് എന്താണ്, എനിക്കൊരു ഡേഞ്ചർ എനിക്കും എന്റെ ചുറ്റുപാടില് എന്റെ ബോഡിക്ക് വരാൻ പോവുകയാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മൾ അതിനെ ഫൈറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഓടി രക്ഷപ്പെടാൻ നോക്കും. ഓക്കെ. ഇനി അതിലില്ല എങ്കിൽ ആ ഒരു സംഭവം നമുക്ക് ബോഡിക്ക് അലാമിങ് ആയിട്ട് നമ്മളുടെ ബോഡിക്ക് തരുവാണ്. ഇപ്പൊ ഈ ഒരു ആന കുത്താൻ വരണം തന്നെ ഇല്ല. ഈ സെയിം പ്രശ്നങ്ങള് ഇപ്പം എന്റെ ഈ കഴുത്തിന്റെ 2 ഭാഗങ്ങളിലായിട്ടും ചെസ്റ്റിലായിട്ടും ഒരു ഹെവിനെസ് ഫീൽ ചെയ്യുക, തലയ്ക്ക് ഭയങ്കര കനം പോലെ തോന്നുക, കൈയൊന്നും അനക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വരിക, പെട്ടെന്ന് ടെൻഷൻ ആവുക, ഇതൊരു മനുഷ്യന്റെ ജീവിതത്തില് ഡെയിലി എന്ന് പറഞ്ഞ പോലെ നടക്കുന്നുണ്ടാവും. അപ്പൊ അതിൽ ആന കുത്താൻ വരേണ്ട ഒരു ആവശ്യമില്ല. ആന കുത്താൻ വരുന്ന അതേ പ്രോസസ്സിംഗ് ആണ് നമ്മൾ ഓരോ സമയത്തും നമ്മുടെ ലൈഫില് ടെൻഷൻ എടുക്കുമ്പോഴും സ്ട്രെസ് ആവുമ്പോഴും പേടി വരുമ്പോഴും പല കാര്യങ്ങളിലൂടെ നമുക്ക് ഫേസ് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ നമ്മളിൽ ഉണ്ടാവുന്ന സെയിം റിയാക്ഷൻ ആണ് നമ്മൾ ലൈഫിന്റെ നമ്മളുടെ ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ ഇപ്പം നമ്മളിങ്ങനെ ആനയുടെ അടുത്ത് ഒറ്റ ഉണ്ടാവുന്ന അതേ സെയിം പ്രോസസ്സിംഗ് ആണ് നമ്മളുടെ ബോഡിയിൽ ഡെയിലി ലൈഫ് പോലും ഉണ്ടാവുന്നത്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കുക, എത്രത്തോളം നമ്മളുടെ ബോഡി എന്താവാണ് ആ സമയത്ത് വല്ലാത്ത രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള പെരിഫറൽ നെർവസ് സിസ്റ്റം നമ്മൾ പറഞ്ഞു അല്ലെ? അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഡിയിൽ ഡയജഷന്, റെസ്റ്റ് പ്രോപ്പർ ആയിട്ട് നടക്കാനൊക്കെ വേണ്ടിയിട്ടുള്ളതാണ് ആ ഒരു സിസ്റ്റം എന്ന് പറയുന്നത്. ഈ ഒരു സിന്തറ്റിക് നെർവസ് സിസ്റ്റത്തിൽ നിന്ന് അത് ആക്റ്റീവ് ആവുന്ന സമയത്ത് നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുന്ന ചില അവസ്ഥകളാണ്. ഒരു സ്ട്രെസ് എടുക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞു നിങ്ങൾക്ക് പേടി ഉണ്ടാവുന്നു. ഈ പേടി ഉണ്ടാവുന്നത് മുസ്തഫ നമുക്ക് അമിഗ്ഡല എന്ന് പറഞ്ഞിട്ടുള്ള ബ്രെയിനിന്റെ ഒരു പോർഷനാണ് എന്ത് ചെയ്യുന്നത്, ശരിക്കും ഈ ഒരു പേടിയൊക്കെ നമുക്ക് ആക്റ്റീവ് ആക്കി തരുന്നത്. ആ ഒരു ആക്റ്റീവ് ആക്കി തരുന്ന സമയത്ത് നമ്മളുടെ ബോഡിയിൽ ചില ഹോർമോൺസുകൾ, സ്ട്രെസ് ഹോർമോൺസ് എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യിക്കും. ഈ ഒരു സ്ട്രെസ് ഹോർമോണിന് നമ്മൾ അഡ്രിനാലിൻ എന്നൊക്കെയാണ് പറയുന്നത്. ഈ അഡ്രിനാലിൻ വരെ വളരെ ഓക്കെയാണ്. നമ്മൾക്ക് ബോഡിയിൽ ഇങ്ങനെ ഒരു സാധനം വരാൻ പോകുന്നുണ്ട്, ഞാൻ അതിനെന്ത് ചെയ്യണം, എന്റെ ശരീരം അതിനോട് പ്രതികരിക്കണം, ഞാൻ ആ സ്ഥലത്ത് നിന്ന് മാറണം, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ നമ്മളുടെ ബോഡിയിൽ അതിന് സിഗ്നൽ ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ടിന്യൂസ് ആയിട്ട് നമ്മളുടെ ബോഡിയിൽ സ്ട്രെസ് ഹോർമോൺസ് ഡെയിലി, ഇപ്പൊ ഒരു ഫീമെയിൽ ആണെങ്കിൽ അല്ലെങ്കിൽ മെയിൽ ഓർ ഫീമെയിൽ, മോർണിംഗ് എനിക്ക് ഈ ഒരു സ്ട്രെസ് ഉണ്ടാവുകയാണ്, ഉച്ചയ്ക്ക് എനിക്ക് സ്ട്രെസ് ഉണ്ടാവുകയാണ്, ഈവനിങ് എനിക്ക് സ്ട്രെസ് ഉണ്ടാവുകയാണ്. അപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് എന്താണ്, എനിക്ക് ഈ സ്ട്രെസ് ഉണ്ടാവുന്ന സമയത്ത് എന്റെ ബോഡിയിൽ അഡ്രിനാലിൻ, കോർട്ടിസോൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹോർമോൺ ഉൽപ്പാദിപ്പിക്കും. ഈ കണ്ടിന്യൂസ് ഹോർമോൺസ്, ഈ ഒരു കോർട്ടിസോൾ എനിക്ക് ബോഡിക്ക് ആവശ്യമേ ഇല്ലാത്തൊരു സാധനമാണ്. ഇത് കണ്ടിന്യൂസ് ആയിട്ട് എന്റെ ബോഡിയിൽ ഉണ്ടാവുമ്പം ബോഡിനെ അത് നെഗറ്റീവായിട്ടാണ് ബാധിക്കുക. എനിക്ക് അതുകൊണ്ട് ഒരു യൂസും ഇല്ല. കോർട്ടിസോൾ എന്റെ ബോഡിയിൽ ഉണ്ടാവുന്നതുകൊണ്ട് എന്റെ ശരീരം ക്ഷീണത്തിലേക്കും ഭയങ്കരമായിട്ട് എന്താ പറയാ, ഒരു എനർജറ്റിക് അല്ലാത്തൊരു അവസ്ഥയിലേക്കൊക്കെ പോകും. ഞാൻ ബ്രീത്ത് എടുക്കുന്നുണ്ട്, എല്ലാ ഓക്സിജനും എന്റെ എല്ലാ കോശങ്ങളിലും എത്തുന്നുണ്ട്, പക്ഷെ എന്റെ ശരീരത്തിൽ ഈ അൺവാണ്ടഡ് ആയിട്ട് അഡ്രിനൽ ഹോർമോൺ ഉള്ളതുകൊണ്ട് നമ്മൾ ചിലവരെ കാണുമ്പോൾ നമ്മൾ പറയും ഭയങ്കര ക്ഷീണാണ്,
എപ്പൊ നോക്കിയാലും ഒരു എനർജറ്റിക് അല്ലാത്തൊരവസ്ഥ ഉണ്ടാവും എന്ന് പറയും. അത് എസ്പെഷ്യലി നമ്മൾ ഡിപ്രഷൻ, സ്ട്രെസ് ഒക്കെ കൂടുതലായിട്ടുള്ളവരെ കണ്ടാൽ തന്നെ നമ്മൾക്ക് മനസ്സിലാവും അല്ലെ. അവരൊട്ടും ആക്റ്റീവ് ആയിരിക്കില്ല, ഒട്ടും എനർജറ്റിക് അല്ലാതെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും. അതിന് കാരണം എന്താണ്? ബോഡിയിൽ അഡ്രിനാലിൻ കൂടി, അതുകൊണ്ട് തന്നെ നമ്മളുടെ സ്ട്രെസ് കൂടി, സ്ട്രെസ് കൂടിയത് കൊണ്ട് നമ്മൾക്ക് ബ്രീത്ത് എടുക്കുന്നുണ്ട്, പക്ഷെ എന്തുണ്ടാവുന്നില്ല, നമുക്ക് പ്രോപ്പർ എനർജി ബോഡിയിലേക്ക് കിട്ടുന്നില്ല എന്നുള്ള ഒരു അവസ്ഥയിലേക്കാണ് വരിക. ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരൊറ്റ സൊല്യൂഷനേ ഉള്ളൂ. ഫസ്റ്റ് നമ്മൾ പറഞ്ഞു അബ്ഡോമിനൽ ബ്രീത്തിങ് ആണ് നമ്മുടെ സ്ട്രെസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ഒരു ഭയങ്കരമായിട്ട് നമ്മളുടെ ബോഡി ഈ ഒരു രീതിയിലേക്ക് പോകുമ്പം ലോങ് എക്സലേഷൻ ആണ് എടുക്കേണ്ടത്. നമ്മളൊരു ബ്രീത്തിങ് ബ്രീത്ത് ഔട്ട് ചെയ്യുന്നതിന് ഒരു റിതമെറ്റിക് ആയിട്ടാണ് നമ്മൾ പോവുക അല്ലെ. ബ്രീത്തിങ് നിങ്ങൾ എത്ര ടൈം കൊണ്ടാണോ എടുക്കുന്നത് അതിന്റെ ടൈം എടുത്തിട്ട് ശ്വാസം പുറത്തേക്ക് വിടുന്ന പ്രോസസ്സിംഗ് ആണ് ഇവിടെ ചെയ്യേണ്ടത്. ഓക്കെ, ലോങ് എക്സലേഷൻ നന്നായിട്ട് നിന്ന് ബ്രീത്ത് എടുക്കുക. ഒരു 4-7-8 എന്നൊക്കെ നമ്മൾ പറയും. ഒരു 4 സെക്കൻഡ് കൊണ്ട് ബ്രീത്തിങ് ചെയ്യുക. ഹോൾഡ് ചെയ്യുന്നത് ഒരു 7 മിനിറ്റ് എടുക്കുക, അല്ലെ 7 സെക്കൻഡ് എടുക്കുക. ബ്രീത്ത് ഔട്ട് ചെയ്യുന്നത് 4ന്റെ ഡബിൾ ആയിട്ടുള്ള 8 സെക്കൻഡ് കൊണ്ട് ബ്രീത്ത് ഔട്ട് ചെയ്യുക. ഓക്കെ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കേ. എക്സലേഷൻ കൂടുതൽ ടൈം എടുക്കണം, അപ്പോഴാണ് നമുക്ക് ഈ അഡ്രിനാലിൻ നമുക്ക് കുറച്ച് ബോഡിയിൽ കൊണ്ടുവരാൻ പറ്റുക. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കേ. ഡീപ് ബ്രീത്ത് ഒന്ന് എടുത്തേ. റെഡി, 1 2 3 സ്റ്റാർട്ട്. ടേക്ക് എ ഡീപ് ബ്രീത്ത്. 1 2 3 4. ഹോൾഡ്. 2 3 4 5 6 7. റിലീസ്. 2 3 4 5 6 7 8. ഇതാണ് ഒരു സെറ്റ്. ട്രൈ ചെയ്യാം. ഇപ്പൊ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, സ്റ്റാർട്ട് ബ്രീത്തിങ്. 2 3 4 ഹോൾഡ്. 2 3 4 5 6 7. റിലീസ്. 3 4 5 6 7 8. ഇൻഹേൽ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ടൈം എടുത്തുകൊണ്ട് എക്സലേഷൻ നടത്തുക, ബ്രീത്ത് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഈ ബ്രീത്ത് ഔട്ടിലാണ് നമ്മളുടെ അഡ്രിനാലിൻ പോലെയുള്ള ഹോർമോൺസുകളെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. ഓക്കെ, ഡൗട്ട് ചോദിച്ചോട്ടെ മാം? ചോദിച്ചോളൂ. നമ്മള് ബ്രീത്ത് എടുക്കുമ്പോ മൂക്കിലൂടെ എടുത്തിട്ട് വായിലൂടെ അല്ല പുറത്തേക്ക് വിടേണ്ടത്? അത് ഡിഫറെന്റ് സിസ്റ്റം ആണ്. നമ്മളിപ്പോ എടുക്കുന്നത് മൂക്കിലൂടെ എടുത്തിട്ട് തന്നെ മൂക്കിലൂടെ പുറത്തേക്ക് വിടുന്നതാണ്. മറ്റേത് മൂക്കിലൂടെ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, വായിലൂടെ വിടുന്നതുണ്ട്. ഒരു നോസ് നമ്മൾ ക്ലോസ് ചെയ്തിട്ട്, ഇപ്പം റൈറ്റ് നോസ് ക്ലോസ് ചെയ്തിട്ട് ലെഫ്റ്റിലൂടെ എടുക്കാം. പ്രാണായാമ പോലെ. അതൊക്കെ പ്രാണായാമന്റെ ഡിഫറെന്റ് ആണ്. ഇതിപ്പോ നമ്മളുടെ നോർമൽ ബ്രീത്തിങ് ആണല്ലോ. അതെ, നോർമൽ ബ്രീത്തിങ്ങിന് ഇപ്പം നമുക്ക് എപ്പോഴും ആ ഒരു മൂക്കിലൂടെ എടുത്ത് വായിലൂടെ ഒഴിവാക്കുന്നതൊക്കെ ശരിക്കും നമുക്ക് ആ ഒരു ടെൻഷൻ ഇപ്പം ഭയങ്കരമായിട്ട് ഓടി വരികയാണ്. നമ്മളൊരു സ്ഥലത്ത് നിന്ന് കുറേ ദൂരം ഓടി വന്നിട്ട് അപ്പൊ നമ്മളെ ബോഡിനെ കൂളാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന ബ്രീത്തിങ് ആണ് ഇപ്പൊ നൗഫൽ പറഞ്ഞിട്ടുള്ള ടൈപ്പ് ഓഫ് ബ്രീത്തിങ്. ശ്വാസം നല്ലോണം ഉള്ളിലോട്ട് എടുക്കുന്നു, മൂക്ക് കൂടിയല്ല നമ്മൾ തിരിച്ചു വിടുന്നത്, വായലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, ആ ശ്വാസം പുറത്തേക്ക് വിടുന്നത്. അപ്പം ബോഡി പെട്ടെന്ന് കൂളാവും. ബോഡീന്റെ ആ ഒരു നമ്മൾ ബ്രീത്ത് ചെയ്തിട്ട് നമ്മളുടെ ചെസ്റ്റ് ഒക്കെ ഭയങ്കരമായിട്ട് സ്പീഡിലായിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക, പോകുന്നുണ്ടാവുക. ആ ഒരു ഇത് കുറയ്ക്കാനാണ് നമുക്ക് ഈ ടൈപ്പ് ഓഫ് ബ്രീത്തിങ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ ചെയ്യുന്നത് 2 എണ്ണമാണ് ഞാൻ ഇന്ന് ഫോക്കസ് ചെയ്തിട്ടുള്ളത്. എങ്ങനെ നമ്മളുടെ സ്ട്രെസ് ലെവൽ നമുക്ക് കുറച്ച് കൊണ്ടുവരാനുള്ള ബ്രീത്തിങ് എന്തൊക്കെയാണ് എന്നുള്ളത്. അതേപോലെ ഭയങ്കരമായിട്ട് അഡ്രിനാലിൻ, ബോഡി ഭയങ്കര ലോസ് എനർജിയാണ് ഉണ്ടാവുന്നത്. ഈ എനർജി കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഏത് ടൈപ്പിലാണ് ബ്രീത്ത് ചെയ്യേണ്ടത്? ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് അബ്ഡോമിനൽ ബ്രീത്തിങ് ആണ്. നമ്മൾ ആങ്ഷ്യസ് ആയിട്ടിരിക്കുമ്പോൾ, സ്ട്രെസ് ആയിട്ടിരിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ബ്രീത്തിങ് ആണ് അബ്ഡോമിനൽ ബ്രീത്ത്. ഓക്കെ, സെക്കൻഡ് ആയിട്ട് നമ്മൾ നോക്കിയിട്ടുള്ളതാണ് എങ്ങനെ നമുക്ക് അഡ്രിനാലിൻ കുറച്ച് കൊണ്ടുവരാം, ബോഡിക്ക് എനർജി എങ്ങനെ കൂട്ടിക്കൊണ്ടുവരാം, പോസിറ്റിവിറ്റി എങ്ങനെ എത്തിക്കാം എന്നുള്ളതാണ്. ബ്രീത്തിങ് ചെയ്യുന്നു, ബ്രീത്ത് എടുക്കുന്നതിനെക്കാട്ടും കൂടുതൽ ടൈം എടുത്തിട്ട് എക്സലേഷൻ നമ്മൾ നടത്തുക. ബ്രീത്ത് ഔട്ട് കുറേ ഡ്യൂറേഷൻ എടുത്തിട്ട് റിലാക്സ് ആക്കി കൊണ്ടുവരിക എന്നുള്ളത്. ഓക്കെ, അതാണ് നമ്മൾ ഇതിനൊരു കാം ബ്രീത്ത്, റിലാക്സിങ് ബ്രീത്ത് എന്നൊക്കെ പറയാം. 4-7-8 റൂൾ ഉണ്ട്. ഇപ്പൊ നമ്മൾ ചെയ്ത 4-7-8 റൂള്. ഓക്കെ നൗഫലെ? ഓക്കെ, ക്ലിയർ ആയി, താങ്ക് യു. ഓക്കെ,
ഇനി നമുക്ക് നമ്മളുടെ ബോഡി ഈ ഒരു ബ്രെത്ത് എടുക്കുന്നതിലൂടെ നമ്മളുടെ ബോഡി പ്യൂരിഫിക്കേഷൻ നടക്കുന്നുണ്ട്. അതിൽ നമ്മുടെ ബോഡീനെ നമുക്ക് നമ്മുടെ ബോഡിയിൽ നമുക്ക് ആകെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്, ഇപ്പൊ നമുക്ക് നൗഫൽ എന്നെ ഹാർട്ട് ബീറ്റ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ? പറ്റുന്നുണ്ട്. ഹാർട്ട് ബീറ്റ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമോ? നമ്മൾ മരിച്ചു സോറി ഇല്ലല്ല, ഹാർട്ട് ബീറ്റ് പറ്റുന്നില്ല. ഹാർട്ട് ബീറ്റ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റൂല. നമ്മുടെ ഇന്റേണൽ ആയിട്ടുള്ള ഒരു ഓർഗന്റെയും ഫങ്ഷൻസ് നമുക്ക് നമ്മുടെ കയ്യിൽ തന്നിട്ടില്ല. പക്ഷേ നമുക്ക് ആകെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് വളണ്ടറി ആയിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന നമ്മുടെ ബ്രെത്ത് മാത്രമാണ്. ഈ ബ്രെത്തിന് തന്നെ നമ്മുടെ ബോഡിന്റെ ഒരു 3 ഡയമെൻഷൻ ഏരിയ ഉണ്ട്. ഒന്ന് നമ്മളുടെ ഫിസിക്കൽ ബോഡി, നമ്മൾ കാണുന്ന ഭൗതിക ശരീരം എന്ന് പറയുന്ന നമ്മുടെ ഒരു ഫിസിക്കൽ ബോഡി ഉണ്ട്. രണ്ടാമത്തത് എനർജി ബോഡി, മൂന്നാമത്തത് കോൺഷ്യസ്നെസ് എന്ന് പറഞ്ഞിട്ടുള്ള മൂന്നാമത്തെ ശരീരം. ഒന്നാമത്തത് നമ്മുടെ ഫിസിക്കൽ ബോഡി, രണ്ടാമത്തത് ഊർജ്ജ ശക്തി അല്ലെങ്കിൽ എനർജി ബോഡി എന്ന് പറയും. ഇവിടെയാണ് നമ്മളൊരു രോഗിയാക്കുന്നതൊക്കെ ഈ എനർജി ബോഡിയിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളാണ്. ഓക്കെ, ഈ ഫിസിക്കൽ ബോഡിയിൽ നമ്മൾ ഓക്സിജൻ എടുക്കുന്നു, നേരത്തെ നൗഫൽ പറഞ്ഞ പോലെ തന്നെ എന്താണ്, നമ്മൾ ഓക്സിജൻ എടുക്കുന്നു, നമ്മളുടെ എല്ലാ കോശങ്ങൾക്കും ഓക്സിജൻ കൊടുക്കുന്നു, അവിടെ നിന്നും കാർബൺ ഡൈ ഓക്സൈഡ് ശരീരത്തിൽ നിന്നും പുറത്തേക്ക് തള്ളുന്നു, എന്നിട്ട് നമ്മുടെ ബോഡീനെ പ്യൂരിഫൈ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ പ്രോസസ്സിങ് നമ്മൾക്ക് നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി ഇപ്പം ഞാനോ നൗഫലോ ഇത് കൺട്രോൾ ചെയ്തിട്ടില്ല എങ്കിലും ഇത് ആ ഒരു റുട്ടീൻ പോലെ അങ്ങ് നടന്നോളും. ഓക്കെ, അതിൽ പ്യൂരിഫിക്കേഷൻ കംപ്ലീറ്റ് ആയിട്ട് നടക്കണമെന്നില്ല. അതിങ്ങനെ കയറുന്നു, നമ്മുടെ ബോഡിക്ക് വേണ്ടിയിട്ടുള്ള ഓക്സിജൻ കൊടുക്കുന്നു, തിരിച്ചിറങ്ങുന്നു എന്നല്ലാതെ ഇതിൽ എനർജി ലെവലില് നമ്മൾ പ്രത്യേകിച്ച് ഒരു എഫേർട്ടും എടുത്തിട്ടില്ല എങ്കിൽ ഇതൊരു പ്രോസസ്സിങ് പോലെ അങ്ങ് നടക്കും. അതേ സമയത്ത് എനർജി ബോഡീനെ ഫോക്കസ് ചെയ്തിട്ടാണ് നമ്മൾ ബ്രെത്ത് എടുക്കുന്നത് എങ്കിൽ നമ്മൾ ഈ ഒരു അക്യൂപഞ്ചറിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഒരു മീഡിയൻസ് എന്ന് പറഞ്ഞിട്ട് അത് നമ്മുടെ നാഡികളിൽ ഉണ്ടാവുന്ന ഒരു ടാപ്പിംഗ് ആണ് ചെയ്യുക. ചില സ്ഥലങ്ങളിൽ നമ്മൾ പ്രഷറൈസ് ചെയ്യാണ് ചെയ്യുക അല്ലെ. നമ്മൾ അക്യൂപഞ്ചറിലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ട്രീറ്റ്മെന്റിൽ നമ്മുടെ ബോഡിയിലെ ചില ഭാഗങ്ങളിൽ അവരെന്ത് ചെയ്യും, പ്രഷർ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ എനർജി ബോഡിയിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 2 ടൈപ്പ് ഓഫ് ഇമോഷൻസ് ഉണ്ട്. ഒന്ന് നെഗറ്റീവ് ഇമോഷൻസും ഒന്ന് പോസിറ്റീവ് ഇമോഷൻസും. നെഗറ്റീവ് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മളുടെ ദേഷ്യം, അസൂയ, കുശുമ്പ്, അതേപോലെ തന്നെ ഭയങ്കര സങ്കടങ്ങള്, ഇതൊക്കെ നമ്മളുടെ നെഗറ്റീവ് ഇമോഷൻസ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഈ ബ്രെത്ത് പോലെ തന്നെ നമ്മൾ എടുക്കുന്ന ഈ എനർജി ഓരോ സെല്ലിലേക്കും പോകുന്നുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഒരാളോട് ജലസ് ഉണ്ടാവുകയാണെങ്കിൽ ആ ഒരു ജലസ്നെസ് അല്ലെങ്കിൽ ആ ഒരു അവസ്ഥ എന്ന് പറയുന്നത്, ഒരു പെയിൻ ഉണ്ടാവുകയാണെന്നെങ്കിൽ ആ പെയിന് എൻ്റെ ഓവറോൾ ബോഡിയിലാണ് സ്പ്രെഡ് ചെയ്യുന്നത്. നമ്മൾ ഈ മൈൻഡ് എന്ന് പറയുന്നത് എൻ്റെ തലയിൽ മാത്രമോ അല്ലെങ്കിൽ ആ ഒരു നിശ്ചിത സമയത്തേക്ക് മാത്രമോ അല്ല എൻ്റെ ബോഡിയിൽ അത് ഉണ്ടാവുന്നത്. അതെന്റെ മൊത്തമായിട്ടുള്ള എനർജി സോഴ്സ് എവിടൊക്കെ എൻ്റെ ബോഡിയിൽ ഉണ്ടോ അത് മൊത്തമായിട്ട് എൻ്റെ നാഡീ വ്യൂഹത്തിലേക്ക് എന്ത് ചെയ്യാണ്, ആ ഒരു കാര്യത്തിനെ സ്പ്രെഡ് ചെയ്യുകയും ഈ ബ്രെത്ത് കടന്നു പോകുമ്പോൾ അതിൽ ബ്ലോക്ക് ഉണ്ടാക്കുകയും ചെയ്യും. അങ്ങനെയാണ് നമ്മൾ എനർജി ബോഡിയിൽ ഉണ്ടാവുന്ന ബ്ലോക്കുകളാണ് നമ്മൾ പെട്ടെന്ന് രോഗിയാക്കി മാറ്റുന്നത് എന്നുള്ളതാണ്. ഇപ്പം ഭയങ്കര സ്ട്രെസ് ആയിട്ടുള്ള ആളുകൾ ഉണ്ട് എങ്കിൽ, ഒരു മെന്റലി അൺഹെൽത്തി ആയിട്ടുള്ള ഒരാൾക്ക് തീർച്ചയായിട്ടും ഫിസിക്കൽ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവും. നമ്മൾ ശ്രദ്ധിച്ചറിയാം, ഇപ്പം എൻ്റെ അടുത്ത് വരുന്ന ക്ലയൻസ് ഒക്കെ ഭയങ്കരമായിട്ടുള്ള അസുഖങ്ങളും അല്ലെങ്കിൽ സ്ട്രെസ്സും ടെൻഷനും ഒക്കെ ഉണ്ടാവുമ്പം അതിന്റെ കൂടെ അവരോട് നമ്മൾ ചോദിച്ചാൽ നമുക്ക് മനസ്സിലാവും അവർ പല രീതിയിലുള്ള ഫിസിക്കൽ ഡിസീസുകൾ അവർക്ക് ഉണ്ടാവും. മൈഗ്രെയിൻ ആയിട്ടുണ്ടാവും, അബ്ഡോമിനൽ ഇഷ്യൂസ് ഉള്ളവരുണ്ടാവാം, മോഷൻ പ്രോപ്പറായിട്ട് പോവാത്ത ഒരവസ്ഥ ഉണ്ടാവും, ബ്രീത്തിങ് ഇഷ്യൂ ഉള്ളവരുണ്ടാവാം, ചില ആളുകൾക്ക് അലർജിക് ഇഷ്യൂ ഉണ്ടാവാം. ഈ സ്ട്രെസ് വന്നതിന് ശേഷം കയ്യിലും കാലിലൊക്കെ ആയിട്ട് ചൊറി പോലെ തടിച്ചു വരുന്ന ഒരവസ്ഥ. ഇതൊക്കെ ഉണ്ടാവാൻ കാരണം എന്താണ്, ഈ സ്ട്രെസ് എടുക്കുന്ന സമയത്ത് എൻ്റെ എനർജി ബോഡിയിൽ ബ്ലോക്കിംഗ് ഉണ്ടാവുകയും അവിടെയുള്ള എനർജി സോഴ്സ് എനിക്ക് നഷ്ടപ്പെടുകയും അതിന്റെ കോശങ്ങളിലേക്ക് എഫക്ട് ചെയ്യുകയും അത് എന്നെ രോഗിയാക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എത്രത്തോളമാണ് നമ്മളുടെ മെന്റൽ ഹെൽത്തും അതായത് മാനസിക ആരോഗ്യവും മാനസിക ആരോഗ്യത്തില് മാനസിക ആരോഗ്യത്തിൽ നമ്മളുടെ ബ്രീത്തിങ്ങിന്റെ പ്രാധാന്യവും പറയുന്നത്. ഇനി അതിൽ ലാസ്റ്റ് വണ്ണാണ് കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത്. നമ്മൾക്കൊരു കാര്യത്തിന്റെ ഏറ്റവും കോൺഷ്യസ് ആയിട്ട് ബോധാവസ്ഥയോട് കൂടി നിൽക്കുന്നത്. ഇപ്പൊ മുസ്തഫയ്ക്കും നൗഫലിനും ഒക്കെ നിങ്ങൾ ബ്രീത്ത് എടുക്കുമ്പം ഗ്യാപ്പ് ഉണ്ടോ ശരിക്കും? ഒന്ന് പറഞ്ഞേ, നിങ്ങൾ ബ്രീത്ത് എടുക്കുന്നതിൽ ഗ്യാപ്പ് വരുന്നുണ്ടോ? എവിടെയെങ്കിലും ഗ്യാപ്പ് ഫീൽ ചെയ്തിട്ടുണ്ടോ?
ഇല്ല ചില സമയത്തുണ്ടാവും മാഡം. ചില സമയത്ത് ഉണ്ടാവും. ഓക്കെ. അത് ഏറ്റവും കൂടുതൽ ഉണ്ടായിട്ടുണ്ടാവുക നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്തപ്പോ ആയിരിക്കും. മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്താണ് നമ്മൾ ഓവർ കോൺഷ്യസ് ആവുക. കോൺഷ്യസ് ആവുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രീത്തിങ്ങിനെ നമ്മൾ അത്രയും ഫോക്കസ് ചെയ്ത് നോക്കുന്ന സമയത്ത് ശരിക്കും ഓരോ എക്സൈന്റെയും ഇടയില് സ്പാൻ ഓഫ് സെക്കൻഡ്സിൽ എന്താണ് ഒരു സ്റ്റോപ്പിംഗ് ഉണ്ട്. ബ്രീത്ത് എടുക്കുന്നു, ബ്രീത്ത് ഔട്ട് ചെയ്യുന്നു, അതിന്റെ ഇടയിൽ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്. ആ ഒരു കോൺഷ്യസ്നെസ് ലെവലിലേക്ക് നമ്മളുടെ ബ്രീത്തിങ്ങിനെ നമുക്ക് എത്തിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്, നിങ്ങൾക്ക് റിയലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാൻ ബ്രീത്തിങ് ചെയ്ത് ബ്രീത്ത് ഔട്ട് ചെയ്ത് 1 2 3 4 അങ്ങനെ നമുക്ക് കൗണ്ട് ചെയ്തിട്ട് നമ്മുടെ ബ്രീത്തിങ്ങിന്റെ കോൺഷ്യസ്നെസ്സിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഓൾമോസ്റ്റ് നമ്മളുടെ ബ്രീത്തിനെ നമുക്ക് റിയലൈസ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. നമ്മുടെ ബോഡിയിൽ എവിടേക്കാണ് ഇപ്പൊ ശ്വാസം എടുക്കുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്റെ ബോഡിയിലെ എല്ലാ കോശങ്ങളിലേക്കുമാണ് എന്ത് ചെയ്യുന്നത് എത്തിച്ചേരുന്നത് എന്നുള്ള ഒരു കോൺഷ്യസ്നെസ്സോട് കൂടിയിട്ട് എന്ത് ചെയ്യുക, ശ്വാസം ഉള്ളിലോട്ട് എടുക്കുക. റിലീസ് ചെയ്യുന്ന സമയത്ത് എവിടെയാണെങ്കിലും ഇപ്പൊ മെഡിറ്റേഷൻ ടൈമിൽ ആയിക്കോണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. മെഡിറ്റേഷൻ അല്ലാത്ത സമയത്തൊക്കെ തന്നെ നമ്മൾ ബ്രീത്ത് എടുക്കുമ്പം നമുക്ക് നല്ല ബോധ്യമുണ്ട് ഓക്സിജൻ പ്യുവർ എനർജി എന്റെ ബോഡിയിലേക്ക് സ്പ്രെഡ് ചെയ്യാണ്. ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പം എന്റെ ബോഡിയിൽ നിന്നും എക്സേൽ ചെയ്യുന്നത് എന്താണ്, എനിക്ക് ആവശ്യമില്ലാത്ത ബോഡീന്റെ നെഗറ്റീവ് സാധനങ്ങളെല്ലാം ഞാൻ എന്ത് ചെയ്യാണ് പുറന്തള്ളാണ് എന്നുള്ളത്. ഇതിന്റെ പ്രോസസ്സിങ്ങിലൂടെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ അത് ചെയ്തുകൊണ്ടിരിക്കുക. സ്ട്രെസ് കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ പെയിൻ കൊണ്ടോ നമ്മളുടെ ഒരു നാഡീവ്യൂഹത്തിലും എന്ത് ചെയ്യരുത്, ബ്ലോക്കിംഗ് ഉണ്ടാക്കാതിരിക്കാൻ ശ്രമിക്കുക. അങ്ങനെ ബ്ലോക്കിംഗ് ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മെഡിറ്റേഷൻ വഴി ഇന്ന് രാവിലെ നമ്മളൊക്കെ ചെയ്ത പോലെ എന്ത് ബ്ലോക്കിംഗ് ആണോ നമ്മളുടെ ശരീരത്തിലുള്ളത്, അപ്പൊ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഈ മെഡിറ്റേഷൻ ചെയ്യുന്നതുകൊണ്ട് യാതൊരു രീതിയിലും നമ്മുടെ ശരീരത്തിൽ അങ്ങനെ കെട്ടിക്കിടക്കുന്ന പ്രയാസങ്ങൾ ഉണ്ടായിരിക്കില്ല, ഉണ്ടാവരുത് എന്നുള്ളതാണ്. അത് ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് നമ്മളൊരു രോഗാവസ്ഥയിലേക്ക് പോകുന്നത്. സോ നമ്മളിത് മൈൻഡിൽ വെക്കേണ്ട 3 കാര്യങ്ങൾ. ഒന്ന് എന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും കൂടുതൽ സ്ട്രെസ് ആയിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പെട്ടെന്ന് പാനിക് ആവുന്ന ആളുകളോട് നമ്മൾ പറയേണ്ടത് അബ്ഡോമിനൽ ബ്രീത്ത് ആണ്. സെക്കൻഡ് എന്ന് പറയുന്നത് നമ്മൾ എത്രത്തോളം നമ്മളുടെ ബോഡിയിൽ അഡ്രിനാലിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഹോർമോൺസ് ഉണ്ടോ അതിനെ റിലീസ് ചെയ്യാന് മെഡിസിൻ ഓൾറെഡി ഉണ്ട്. മെഡിസിൻ ഇല്ലാതെ തന്നെ ശ്വാസം അല്ലെങ്കിൽ നമ്മൾ ശ്വാസം എടുക്കുന്നതിലൂടെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത് എക്സലേഷന്റെ ഡ്യൂറേഷൻ, ശ്വാസം പുറത്തേക്ക് എടുക്കുന്നതിന്റെ ഡ്യൂറേഷൻ എത്രത്തോളം കൂട്ടുന്നോ അത്രത്തോളം അഡ്രിനാലിന്റെ ഈ ഒരു ബാലൻസിങ്ങിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതാണ്. മൂന്നാമത്തേത് നമ്മൾ ബ്രീത്ത് എടുക്കുമ്പോൾ 3 ഡയമെൻഷനാണ് നോക്കേണ്ടത്. ഒന്ന് നമ്മളുടെ ഫിസിക്കൽ ബോഡി, നമ്മളുടെ ഭൗതിക ശരീരം. രണ്ടാമത്തത് സ്പിരിച്വൽ ബോഡി. മൂന്നാമത്തത് കോൺഷ്യസ്നസ്. ഈ 3 കാര്യങ്ങളിലും ഫോക്കസ് ചെയ്താണ് നമ്മളുടെ ബ്രീത്ത് എപ്പോഴും പോവേണ്ടത്. ഫിസിക്കൽ ബോഡി ഓട്ടോമാറ്റിക്കലി നടക്കുന്നത്. എനർജി ബോഡിയിൽ നമ്മൾ നോക്കണം നമ്മുടെ നാഡീവ്യൂഹങ്ങളിലെ എല്ലാം തന്നെ നമ്മൾ പ്യൂരിഫൈ ചെയ്തിട്ടാണ് നമ്മൾ എനർജി ബോഡിയിൽ ശ്വാസം. ദെൻ കോൺഷ്യസ്നസ് നമുക്ക് മനസ്സിലുണ്ടാവണം ഓരോ ബ്രീത്തിന് ശേഷവും നമ്മൾക്ക് ഉണ്ടാവുന്ന ആ ഒരു ഗ്യാപ്പ് ഫീൽ ചെയ്യുന്ന രീതിയിലേക്ക് നമുക്കിതിനെ എത്തിക്കാൻ പറ്റുക എന്നുള്ളതാണ്. ഓക്കെ, ഈ 3 കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ നിന്ന് ഫോക്കസ് ചെയ്തിട്ടുള്ളത്. ആ 3 കാര്യം കിട്ടി എന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ അത് ഡെയിലി ലൈഫിൽ പ്രാക്ടീസ് ചെയ്യുക. ആർക്കെങ്കിലും ഇത് യൂസ് ആവുന്നുണ്ട് എങ്കിൽ അവർക്കൊക്കെ നമ്മളത് പറഞ്ഞു കൊടുക്കുക, നിങ്ങൾ ഇങ്ങനെയാണ് ബ്രീത്ത് എടുക്കേണ്ടത് കേട്ടോ എന്നുള്ള രീതിയിൽ അവരെ ഒന്ന് ഗൈഡ് ചെയ്യുക. ഓക്കെ, മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ, നമ്മള് അങ്ങനല്ലേ എടുക്കണ്ടേ? 4 7 7 7 8 4ന്റെ ഡബിള്. ഇപ്പം എത്രയാണോ നൗഫല് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്, ബ്രീത്തിങ് 6ലാണ് എങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് എത്രയാണോ ഡബിൾ എടുക്കണം എക്സലേഷൻ. ഹോൾഡ് എത്രയാണ്? ഹോൾഡ് അതിനൊരു ഇന്റിമേറ്റ് ആയിട്ട് എടുക്കുക. അപ്പൊ ഇതിൽ 4 ആണെങ്കിൽ ഈ റൂളില് 4 7 8 4ന്റെ ഇരട്ടിയാണ് 8. അപ്പൊ 8ലാണ് നമ്മൾ എക്സലേഷൻ പോവുക. അത് കൗണ്ട് ചെയ്ത് തന്നെ എടുത്താൽ മതി. അതാണ് നമ്മളുടെ റിലാക്സിങ് ബ്രീത്ത് എന്ന് പറയുന്നത്. നമ്മൾ പൊതുവെ മെഡിറ്റേഷനിലൊക്കെ ചെയ്യുമ്പോ ഒരു ബോക്സ് ബ്രീത്തിങ് എടുക്കല്. ബോക്സ് ബ്രീത്തിങ് വേറെ ഉണ്ട്, ഡിഫറെന്റ് കുറേ ഉണ്ട് ഇതില്. ബ്രീത്തിങ് കുറേ ഉണ്ട്. ഞാനിപ്പം സ്ട്രെസ് റിലേറ്റഡ് ആയിട്ടുള്ള മാത്രമാണ് ഇപ്പൊ എടുത്തിട്ടുള്ളത്. ഞാനൊരു സൈക്കോളജി ഫീൽഡ് ആയതുകൊണ്ട് എനിക്ക് ഈ സ്ട്രെസ്സിനെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം. അന്ന് EFT നമ്മുടെ ഇമോഷൻസിനെയാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തത്. ഇപ്പൊ നമുക്ക് ആ സ്ട്രെസ്സിനെ ബ്രീത്തിങ്ങിലൂടെ നമ്മൾ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതെന്നാണ് പറയുന്നത്.
ഓക്കെ. താങ്ക് യു. ഓക്കെ, താങ്ക് യു. ഓക്കെ, ഇനി ആരാ ഇതിനെ കോർഡിനേറ്റ് ചെയ്യുന്നെന്ന് എനിക്കറിയില്ല. ഈ ഒരു ഞാൻ മോർണിംഗിൽ ഹലോ, അഡ്രാലിൻ എന്ന് പറഞ്ഞല്ലോ, അഡ്രാലിൻ എന്ന് പറഞ്ഞാൽ അത് മൂക്കിൽ കൂടെ എടുത്ത് വായിൽ കൂടെ വിടാനാണോ പറഞ്ഞത്? നമ്മുടെ അഡ്രിനലിനെ നമ്മൾ ഏറ്റവും കൂടുതൽ കൺട്രോൾ ചെയ്യും. കോർട്ടിസോൾ നമുക്ക് ആ ഒരു ഹോർമോൺ ആണ്, നമ്മുടെ സ്ട്രെസ് ഹോർമോൺ ആണ്. ഇതിനെ നമ്മൾ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് സാധാരണ ഞങ്ങൾ സൈക്കാട്രി ഡിപ്പാർട്ട്മെന്റിൽ നമ്മൾ മെഡിസിൻ എടുക്കണം. അത് കൂടി കഴിഞ്ഞാൽ നമ്മൾ മെഡിസിൻ എടുത്താണ് ഞാൻ എന്റെ ബോഡിനെ നോർമൽ ആക്കുന്നത്. പക്ഷെ അവിടേക്ക് ഒന്നും പോവാതെ നമുക്ക് തന്നെ മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ബ്രീത്തിങ്. നിങ്ങൾക്ക് എങ്ങനെ എടുക്കാം, അതിന് ടൈം ഇല്ല. ഇൻഹേല്, എക്സലേഷൻ കൂടുതൽ ടൈം കൊണ്ടുവരിക, ലോങ് എക്സലേഷൻ. അത് എത്ര ടൈം കൊണ്ട് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റുമോ അങ്ങനെ എക്സേൽ ചെയ്യാം. അപ്പൊ നമ്മുടെ ബോഡിയിൽ ഈ ഒരു കോർട്ടിസോളിന്റെ അളവ് കുറഞ്ഞു വരും. ഓക്കെ മാം, താങ്ക് യു. ഓക്കെ ഓക്കെ എനിവേ താങ്ക് യു സോ മച്ച്. മോർണിംഗിൽ തന്നെ ഇതുപോലെ ഒന്ന് നിങ്ങൾ എല്ലാവരെയും കാണാനും എന്തായാലും ഇത്രയും ആളുകള് 14ഓളം ആളുകള് രാവിലെ എണീറ്റ് ഇതേപോലത്തെ ഒരു പ്രോഗ്രാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിൽ ഒരുപാട് സന്തോഷം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. സ്ട്രെസ്സും സ്ട്രേറ്റ് ഒന്നും ഇല്ലാതെ വളരെ ഹാപ്പി ആയിട്ട് ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോവുക. എന്തുണ്ട് എങ്കിലും ഇത് വരാത്ത ലൈഫ് ഉണ്ടാവില്ല. എവിടെ സ്ട്രെസ് സ്ട്രെയിൻ ആയിട്ടുണ്ട് എങ്കിലും അതിനപ്പം എന്ത് ചെയ്യാം, റിലീസ് ചെയ്ത് ബോഡീനെ പ്യൂരിഫൈ ചെയ്തുകൊണ്ടിരിക്കുക. അതൊരു പ്രോസസ്സിംഗ് ആയിട്ട് തന്നെ കണക്കാക്കുക. ഹാപ്പി ആയിട്ടിരിക്കുക. താങ്ക് യു. താങ്ക് യു മാം. Thank you. ഫീഡ്ബാക്കിന് മാം തിരക്കിലല്ലേ? തിരക്കുണ്ടോ മാം? ആർക്ക്? എനിക്കോ? ഇല്ല, പറഞ്ഞോളൂ. എന്നാ ഓക്കെ, താങ്ക് യു. ഷമീന മാം കണ്ടിന്യൂ. ഓക്കെ. ഫീഡ്ബാക്കിന് വേണ്ടിയിട്ട് എല്ലാവരെയും ക്ഷണിച്ചുകൊള്ളുന്നു. ഫീഡ്ബാക്ക് പറയാൻ നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും മാമിനോട് ചോദിക്കുക. മാജിക് മോർണിംഗ് ചോദിച്ചോളൂ. മാഡം. ചോദിച്ചോളൂ. ഞാന് ഒരു കൗൺസിലിങ്ങിനൊക്കെ പോയിട്ടുള്ള ഒരാളാണ്. എന്റെ അച്ഛൻ മരിച്ച സമയത്ത്. പിന്നെ പറയുമ്പം എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ ടെൻഷൻ വരുന്ന സമയത്ത് ഈ പറഞ്ഞതുപോലെ ശ്വാസം കിട്ടാത്ത ഒരവസ്ഥ വരാറുണ്ട്. അപ്പോ മാഡം പറഞ്ഞ പോലെ ഈ അഡ്രിനാലിന് മതി കോർട്ടിസോൾ എന്റെ ബോഡിയിൽ ഉണ്ടാവുന്നതാണ് അതിന്റെ കാരണം. എനിക്ക് ആ സമയത്ത് ഭയങ്കര ക്ഷീണം വരും. പിന്നെ ആ സമയത്ത് എനിക്ക് കുറെ സമയം ഉറങ്ങിയാൽ മാത്രമേ അത് മാറാറുള്ളൂ. ഉറങ്ങിപ്പോവും. അപ്പോ ഇപ്പൊ ഈ ബ്രീത്തിങ് എക്സർസൈസ് ഈ രീതിയിൽ ചെയ്താൽ മാറും എന്നുള്ളത്. ബ്രീത്തിങ് എക്സർസൈസ് നമ്മൾ ചെയ്യുന്നുണ്ട്, പക്ഷെ അത് ഏത് രീതിയിലുള്ളതാണെന്നുള്ളത് മാഡം പറഞ്ഞു തന്നപ്പോഴാണ് കറക്റ്റ് ആയിട്ട് മനസ്സിലായത് ഏത് രീതിയിൽ ചെയ്യണമെന്നുള്ളത്. അപ്പൊ എന്തായാലും അത് വലിയ ഉപയോഗമുള്ള ഒരു ക്ലാസ് ആയിരുന്നു. ഇന്നത്തെ ക്ലാസ് വളരെ നല്ല ക്ലാസ് ആയിരുന്നു. എനിക്ക് വളരെ ഉപയോഗമുള്ള ക്ലാസ് ആയിരുന്നു. താങ്ക് യു മാഡം, താങ്ക് യു വെരി മച്ച്. അത് പല കൗൺസിലേഴ്സും പറയാം ബ്രീത്ത് എടുക്കണമെന്നേ പറയുള്ളൂ. അവർ ആ ചെസ്റ്റ് ബ്രീത്തിങ് ആണ് പറഞ്ഞു. പേഷ്യന്റ് വന്നിട്ട് ഈ ചെസ്റ്റ് ബ്രീത്തിങ് ചെയ്യുന്ന സമയത്ത് ഇവർക്ക് ഇവിടെ ഈ നെക്കിന്റെ ഈ ഭാഗങ്ങളിലൊക്കെ ഹെവിനെസ് ഫീൽ ചെയ്യുള്ളൂ. അവർ റിലാക്സ് ആവില്ല. അബ്ഡോമിനൽ ബ്രീത്തിങ്ങിലേക്ക് ബോഡി റിലാക്സ് ആയി കിട്ടുള്ളൂ. അത് ഇപ്പോഴാണ് അത് മനസ്സിലായത്. അത് ഇപ്പോഴാണ് ശരിക്കും മനസ്സിലായത് അത് എങ്ങനെയാണ് നമ്മളെ സ്ട്രെസ് അപ്പൊ തന്നെ നമുക്ക് മാറേണ്ടത് ഈ രീതിയിലുള്ള എക്സേലും ഇൻഹേലും ആണെന്നുള്ളത് ഇപ്പോഴാണ് അത് പിടികിട്ടിയത്. അല്ലാതെ ഇപ്പൊ നമ്മൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്ന് നമ്മൾ ചെയ്താലും നമുക്കത് മാറാറില്ല. നമുക്ക് ആ ഒരു അവസ്ഥയിൽ തന്നെ മറ്റതിലേക്ക് അബ്ഡോമിനിലേക്ക് മാറ്റും. താങ്ക് യു മാഡം. അടുത്ത ആൾ പറഞ്ഞോളൂ. മാജിക് മോർണിംഗ് മാം, വളരെയധികം ഇഷ്ടമായി. കാര്യം നമുക്ക് ഈ ബ്രീത്തിങ് എക്സർസൈസിനെ കുറിച്ച് മാം ഇത്രയും ഡീപ്പായിട്ട് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റി. വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു മാം. മാമിന്റെ ക്ലാസ് ഇനിയും ഒരുപാട് ഞങ്ങൾക്ക് ഇനിയും ഒരുപാട് അറിവുകൾ കിട്ടാനുണ്ട്. വളരെ നല്ലൊരു ക്ലാസ്. താങ്ക് യു സോ മച്ച്. അടുത്ത ആൾ പറഞ്ഞോളൂ. മാജിക് മോർണിംഗ്. നല്ലൊരു ടോപ്പിക് ആയിരുന്നു. കാരണം ബ്രീത്തിനെ പറ്റിയിട്ട് കുറച്ച് അറിയുന്നുള്ളൂ. പക്ഷെ ഇത് ഡീറ്റെയിൽസ് ആയിട്ടുള്ള മാഡം ഈ ക്ലാസ്സിലൂടെ നമുക്ക് തരാൻ പറ്റി. നല്ലൊരു ക്ലാസ് ആയിരുന്നു. ഈ തുടർന്നും ഇതുപോലത്തെ ഒരു ക്ലാസ് ഞാൻ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. താങ്ക് യു. അടുത്ത ആള് പറഞ്ഞോളൂ. മാജിക് മോർണിംഗ്. താങ്ക് യു മാം. നല്ലൊരു ക്ലാസ് ആയിരുന്നു. ഞാന് ആർട്ട് ഓഫ് ലിവിങ്ങില് മെഡിറ്റേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പൊ അതിൽ ഗുരുജി കറക്റ്റ് ആയിട്ട് നമ്മൾക്ക് ആവശ്യമുള്ള എന്തിനൊക്കെ വേണ്ടതായിട്ടുള്ള എല്ലാ ഇതുണ്ട്, മെഡിറ്റേഷനും ഉണ്ട്.
അപ്പൊ നമ്മൾ ഓരോ ദിവസത്തെ അന്നത്തെ മെന്റാലിറ്റി അല്ലെങ്കിൽ അന്നത്തെ ആ ഒരു അവസ്ഥ എന്താ അതിനനുസരിച്ച് ഞാൻ ചെയ്യാറുണ്ട്. അത് ശരിക്കും റിലീഫാണ്. എന്തായാലും ആളുകൾക്കും കൂടെ ഇതൊക്കെ പറഞ്ഞു കൊടുക്കും എപ്പോഴെങ്കിലും ക്ലാസ്സിൽ വരുമ്പോ. ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് മാം, ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. ഈ അബ്ഡോമിൻ ഇങ്ങനെ അകത്തോട്ട് വലിച്ചിട്ട് പുറത്തേക്ക്, അതൊക്കെ ശരിക്കും നമുക്കത് ശരിക്കും അത് അറിയാൻ പറ്റും. അത് ഇങ്ങനെ സ്ട്രെസ് റിലീസ് ആവണത് ശരിക്കും നമുക്ക് ജനിച്ച സമയത്ത് ഞാൻ ഈ കുഞ്ഞുങ്ങളെ കണ്ടിട്ടുണ്ടോ? കുഞ്ഞുങ്ങള് ശ്വാസം എടുക്കുന്ന അവരെ നോക്കിക്കഴിഞ്ഞാൽ, അവർ ഉറങ്ങിക്കിടക്കുമ്പോ നോക്കിക്കഴിഞ്ഞാല് അവരെ വയറ് ഇങ്ങനെ പൊന്തുന്നതും വയറ് താവുന്നതും കാണാം. ഒരു പ്രോപ്പർ ബ്രീത്തിങ് ആയിരുന്നു അന്നൊക്കെ. നമ്മള് കുറച്ച് ലൈഫ് കുറച്ചും കൂടെ മുന്നോട്ട് പോയപ്പോ നമ്മൾ വലുതായപ്പോഴാണ് ഇത് റിവേഴ്സ് പോയത്. അതല്ലാതെ നോർമലി കുഞ്ഞു കുട്ടികൾ ബ്രീത്ത് എടുക്കുന്ന അവര് ബ്രീത്ത് എടുക്കുമ്പോൾ അവരെ അബ്ഡമിൻ ഇങ്ങനെ പൊന്തി വരും. ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പോൾ ആ അബ്ഡമിൻ ഇങ്ങനെ താണു പോകും. നിങ്ങൾ ഉറങ്ങുന്നത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഓക്കെ, അടുത്ത ആള് പറഞ്ഞോളൂ. മാജിക് മണി, എനിക്ക് തോന്നുന്നു ക്യാമറ ഓൺ ആക്കായിയാണോ? മറന്നുപോയി. ഞാൻ പിന്നെ മറന്നുപോയി. പോണ്ടെന്ന് വിചാരിച്ചിട്ട് ക്ലിയർ ഇല്ലായിരുന്നല്ലോ. പിന്നെ ഞാൻ ക്യാമറ ഉണ്ടെന്നാ. ഞാൻ റിക്വസ്റ്റ് അയച്ചിന് ഓൺ ആക്കാന്, എന്നിട്ട് വേണോ ഇല്ലാതെ ചോദിച്ചു. എന്തായാലും നന്നായിട്ടുണ്ട്. നല്ലൊരു ശാസ്ത്രീയമായ ക്ലാസ് ആയിരുന്നു. കേൾക്കുന്നില്ല? ബ്രേക്ക് ആവുന്നു. നിങ്ങളുടെ പ്രശ്നമായിരിക്കില്ല, എന്റേതാ. ഞങ്ങളെ എവിടെ സ്ഥലം? എവിടെ സ്ഥലം? ഞാൻ കോഴിക്കോടാണ്. പാലക്കാട് ഉണ്ടായിരുന്നു. കോഴിക്കോട് ചേളന്നൂര്. നമ്മളെ മലപ്പുറത്ത് നല്ലൊരു വൈറൽ നെയിമാണ് റുഷ്ദ. ആണോ? അല്ല, എന്തായാലും നന്നായിട്ടുണ്ട്. ക്ലാസ് ഉഷാറായിരുന്നു. എല്ലാരും ഫേമസ് ആവട്ടെ. താങ്ക് യു. സൽമാൻ റുഷ്ദി എന്ന് പറയും അല്ലേ റസാഖ് സാറേ? സൽമാൻ റുഷ്ദി എന്ന് പറയും. അത് വൈറലാണ്. അതറിയാം. ഞാൻ വിചാരിച്ചു വേറെ ഏതെങ്കിലും അവിടെ ഫേമസ് ആയിട്ടുള്ള ഒരു പ്രശസ്ത എഴുത്തുകാരന്റെ പേരാണ്. അതറിയാം. അത് പറഞ്ഞാണ് എന്റെ പേര് മനസ്സിലാവാത്തവർക്ക് ഞാൻ പറഞ്ഞിട്ടില്ലേ, സൽമാൻ റുഷ്ദി കേട്ടിട്ടില്ലേ? അതിൽ റുഷ്ദി ഇല്ല, റുഷ്ദ ആണെന്നുള്ളത്. മൂപ്പറിലൊക്കെ ഞാൻ പിടിച്ചിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു സാർ. അപ്പൊ ഇനി ആരും ഇല്ലല്ലോ? ഓക്കെ, താങ്ക് യു സോ മച്ച്. അടുത്ത വർഷം ഇതേ സമയത്ത് കാണാം. ലാസ്റ്റ് ഇയറിൽ ഞാൻ ഇതേ സമയമാണെന്ന് തോന്നുന്നു വന്നിട്ട് DFT ഒക്കെ പറഞ്ഞു പോയത്. ഓക്കെ, സീ യു അഗൈൻ, ബൈ. ഒരു ശ്വാസം വൈൻഡപ്പ് ചെയ്തില്ലല്ലോ. ഒരു ശ്വാസം ഉള്ളിലേക്ക് എടുത്തിട്ട് അത് പുറത്തേക്ക് പോകുന്നതിന് ഇടയിലുള്ള ടൈമാണ് നമ്മുടെ ലൈഫ്. ആ പ്രാണവായുവിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും അതിന്റെ കൺട്രോൾ കൊണ്ട് നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ചേഞ്ചസിനെ കുറിച്ചും പ്രധാനപ്പെട്ട അറിവുകൾ നമുക്ക് നൽകിയ കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റും സൈക്കോ തെറാപ്പിസ്റ്റുമായ ഡോക്ടർ റുഷ്ദ മാമിന് നന്ദി രേഖപ്പെടുത്തുന്നതിനോടൊപ്പം ഇതിൽ പങ്കെടുത്ത എല്ലാ അംഗങ്ങൾക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു മാം. താങ്ക് യു ഓൾ. Thank you, ma'am. Thank you all. Thank you, ma'am. Thank you, ma'am. Thank you all.